മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. വികസനത്തിന്റെ പാതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന് ഇവരുടെ ജീവിതത്തെ കണ്ടില്ലെന്ന് നടിക്കാനാകുമോ? ഏറ്റവും ശോചനീയമായ മറ്റൊരവസ്ഥയിലേക്ക് നമുക്ക് പോകാം. ഫ്ളാറ്റുകളെല്ലാം തന്നെ ഇവരുടെ ജീവന് ഭീഷണിയാണ്. പൊട്ടിയൊലിക്കുന്ന കോൺക്രീറ്റുകൾ, മഴ പെയ്താൽ വൈദ്യുതി പ്രവഹിക്കുന്ന ചുവരുകൾ, പൊട്ടിയൊലിക്കുന്ന പൈപ്പുകൾ, ഇവയെല്ലാം തന്നെ ഇവരുടെ ജീവിതം പൂർണ്ണമായും അസുരക്ഷിതമാക്കിയിരിക്കുന്നു. ആധുനിക സാങ്കേതികതയിൽ ആഹാരം പാകം ചെയ്ത് ജീവിക്കുന്ന ഈ യുഗത്തിൽ വൃത്തിഹീനമായ പരിസരത്ത് ആഹാരമുണ്ടാക്കേണ്ട ഗതികേടാണ് ഇവർക്ക്. ഒരു ഭാഗത്ത് ഭക്ഷണം കഴിക്കലും മറുഭാഗത്ത് വിസർജനവും. എത്ര ദയനീയമായ അവസ്ഥയാണ് ഇവരുടേത്. ചോർന്നൊലിക്കുന്ന നിലംപൊത്താറായ തിങ്ങിഞ്ഞെരുങ്ങിയ ഈ കുടിലുകളിലാണ് ഭൂരിഭാഗം പേരും താമസിക്കുന്നത്. ഇതാ ഈ കുടിലിന്റെ അവസ്ഥ നോക്കൂ. 4 വശവും മാലിന്യ കുമ്പാരങ്ങളും പൊട്ടി ഒഴുകുന്നതും ദുർഗന്ധം വഹിക്കുന്നതുമായ അഴുക്കുചാലുകളാണ്. മുപ്പത് വയസ്സുള്ള ഈ യുവതി വർഷങ്ങളായി തളർന്നു കിടക്കുകയാണ്. പ്രമേഹം, ശ്വാസകോശ രോഗം എന്നിവ ബാധിച്ച ഇവരെ സംരക്ഷിക്കുവാൻ ഈ വൃദ്ധ മാത്രമേ ഉള്ളൂ. പിന്നെ അതൊക്കെ ഒരു കുറവില്ലാതെ ഇവരെ മണക്കാട്ട് മുക്കിലൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതലായാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഇപ്പോൾ അവിടുത്തെ ചികിത്സയാണ്. ബുക്കെല്ലാം ഇടുകയാണെങ്കിൽ കാണിച്ചാൽ അപ്പോൾ തുടക്കത്തിലൊന്നും അറിഞ്ഞൂടായിരുന്നു. പിന്നീടാണ് അറിഞ്ഞത് 2 വർഷം കിടപ്പാണ്. എന്നിട്ടൊന്നും നടപ്പ് പിടിച്ച് നമ്മൾ സാമൂഹ്യ പ്രവർത്തകരുടെ കാരുണ്യം കൊണ്ട് മാത്രം ഇവർ ഇന്നും ജീവിച്ചു പോകുന്നു. നഗരസഭയുടെ ശുദ്ധജല വിതരണ പദ്ധതി ഈ ഒറ്റ പൈപ്പിൽ അവസാനിക്കുന്നു. 270ഓളം കുടുംബങ്ങളുടെ ജലസ്രോതസ്സാണ് ഇത്. ഏറെ കഷ്ടം കുടിവെള്ള സ്രോതസ്സിന് ചുറ്റുമുള്ള പരിസര മലിനീകരണവും വൃത്തിഹീനമായ ചുറ്റുപാടുമാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാനാവുമോ? ദുർഗന്ധം വമിക്കുന്ന പ്രധാന ഡ്രെയിനേജ് കനാൽ പോകുന്നത് ഇതുവഴിയാണ്. ഡ്രെയിനേജ് മൂടുന്നതിനുള്ള കോൺക്രീറ്റ് സ്ലാബുകൾ ഒന്നുമില്ല. ഈ മാലിന്യ നരകത്തിന്റെ ഇരുവശങ്ങളിലുമാണ് മനുഷ്യജീവിതം. മന്ദരോഗം, മലമ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയ കൊതുകുജന്യ രോഗങ്ങൾ ഇവിടെ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുണ്ട്. വായു മലിനീകരണത്തിന്റെ പ്രഭവ കേന്ദ്രമാണിവിടം. കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, ശ്വാസകോശ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ എന്നിവ ഈ മാലിന്യ നരകത്തിന്റെ മറ്റു സംഭാവനകളാണ്. പരിസര മലിനീകരണത്തിന്റെ ഫലമായി ശ്വാസകോശ രോഗിയായി തീർന്ന ഇവർ ഇപ്പോൾ ഉയർന്ന രക്തസമ്മർദ്ദത്തിനും ഹൃദ്രോഗത്തിനും അടിമയാണ്. രോഗത്തിനടിമയായി അവശയായിട്ടുകൂടി നിത്യവൃത്തിക്ക് വേണ്ടി ഈ തൊഴിൽ ചെയ്യാൻ ഇവർ നിർബന്ധിതയാണ്. മഴ പെയ്താൽ ഇവിടെ ഡ്രെയിനേജ് കനാലിൽ നിന്ന് കരകവിഞ്ഞൊഴുകുന്ന മലിനജലവും ചെളിയും കൊണ്ട് ഇവരുടെ ജീവിതം ഏറെ ദുസ്സഹമാകുന്നു. കൊതുക്, പുഴു, അട്ട, ഈച്ച, മറ്റിഴ ജന്തുക്കൾ എന്നിവയുടെ കേളിരംഗമാണിവിടം. ഓലമേഞ്ഞ് മറച്ച യാതൊരു സ്വകാര്യതയുമില്ലാത്ത ഈ കക്കൂസ് ഉപയോഗിക്കുവാൻ സ്ത്രീകളടക്കമുള്ളവർ നിർബന്ധിതരായിരിക്കുകയാണ്. ഈ കുടുംബത്തിന്റെ കഥനകഥ കേൾക്കൂ. വാർദ്ധക്യം ബാധിച്ച അച്ഛനും അമ്മയും മാത്രമല്ല, യുവാക്കളായ ഈ മക്കളും പരിസര മലിനീകരണത്തിന്റെ ഭാഗമായ പലതരം രോഗങ്ങൾക്കടിമകളാണ്. ചിലപ്പം പറഞ്ഞു വിടും ആലുകാടോട്ടേക്ക്
അതിന് ശേഷമാണ് കിടപ്പിലായത്. അതിന് ശേഷമാണ് ഒരു 5-6 മാസം വരെ വെളിയിലൊക്കെ നടന്നു. ഒടുക്കമാണ് കിടപ്പില്ല പിടിച്ചത്. കിടപ്പ് പിടിച്ചാൽ കഴിക്കാത്തില്ല. അത്ര മാത്രം കഷ്ടമാണ് അനുഭവപ്പെട്ടുകൊണ്ട് കിടക്കുന്നത്. അത് ഒരു സഹായിക്കാൻ എനിക്ക് ആരുമില്ല. ഒരു കഷായ പൊടി പോലും വാങ്ങിച്ചു തരാൻ ആരുമില്ല. അത്ര മാത്രം കഷ്ടപ്പെടുകയാണ് ഞാൻ ഇവിടെ. എത്ര വയസ്സുണ്ട്? 65 വയസ്സുണ്ട്. മക്കൾ എത്ര പേരാ? മക്കൾ 7 പേരുണ്ട്. 7 പേര്. അവരാരും സഹായിക്കില്ലേ? അവരാരും സഹായിക്കില്ല. അവരെ സഹായിക്കാൻ എല്ലാം രോഗികള് സാറേ. അവർക്കൊക്കെ എന്താ പണികള്? ഒരു പെൺകുട്ടി അയച്ചു. ഇനി ഒരു പെൺകുട്ടി അയക്കാനുണ്ട്. 2 മക്കൾ ആ മക്കൾ പണിയുണ്ട്. നമ്മള് ചുമട്ടുതൊഴിലാളിയായതുകൊണ്ട് മറ്റേ പെൻഷൻ അങ്ങനെ തോന്നുന്നില്ല. ഇവന് കൊളസ്ട്രോള്, മറ്റേ നിൽക്കണവൻ ടി വിയുടെ അസുഖം, ലാസ്റ്റ് ഒരു മോന് കിഡ്നിക്ക് അസുഖം. കിഡ്നിക്ക് അത് മെഡിക്കൽ കോളേജിൽ ഒരുപാട് ദിവസം ചികിത്സ ചെയ്ത് ഇപ്പം മരുന്നൊന്നും വാങ്ങിക്കാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇരിക്കണം. വൃത്തിഹീനമായ ഈ പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പൈപ്പിൽ നിന്നാണ് ഈ പ്രദേശത്തെ കുടുംബങ്ങളെല്ലാം കുടിവെള്ളം ശേഖരിക്കുന്നതും ഉപയോഗിക്കുന്നതും. നോക്കൂ കുടിവെള്ള സ്രോതസ്സിന്റെ പരിസരം. പകർച്ചവ്യാധികളുടെ ഉറവിടമായ ഇവിടെ ആഹാര സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കണ്ടോ? ഇത് ഇവരുടെ കുറ്റമല്ല, സാഹചര്യമാണ് ഇവരെ ഇതിന് നിർബന്ധിതരാക്കുന്നത്. ഈ കിണറിന്റെ അവസ്ഥ കണ്ടോ? കുളിക്കാനും പാത്രം കഴുകാനും ഇവിടെ നിന്നാണ് വെള്ളമെടുക്കുന്നത്. ഡ്രെയിനേജ് പൊട്ടിയൊലിക്കുന്നത് കരിമഠത്തിലെ ഒരു നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ശുദ്ധജലം കടന്നുപോകുന്ന പൈപ്പാണിത്. മഴ പെയ്യുമ്പോൾ ഈ കനാലിൽ നിന്ന് മലിനജലം പൊങ്ങി ഈ പൊട്ടിയ പൈപ്പിലെ വെള്ളവുമായി കൂടിച്ചേരുന്നു. ഇതാണ് പിന്നീട് ഇവിടുത്തെ അന്തേവാസികൾ ശുദ്ധജലമെന്ന് കരുതി ഉപയോഗിക്കുന്നത്.